ഹായ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ജോബ് ചേഞ്ചസിലെ ഇൻറ്റേർണൽ മൊബിലിറ്റി എങ്ങനെയൊക്കെ സാധിക്കും എന്നാണ്. ഇൻറ്റേർണൽ മൊബിലിറ്റിയിലൂടെയും ജോബ് ചേഞ്ച് ഉണ്ടാവാം, എക്സ്റ്റേണൽ മൊബിലിറ്റിയിലൂടെയും ജോബ് ചേഞ്ച് ഉണ്ടാവാം. അതിൽ ഇൻറ്റേർണൽ മൊബിലിറ്റി ജോബ് ചേഞ്ചിൻ്റെ മെത്തേഡ്സാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് ഡിമോഷൻ, പിന്നെ ഒരു നല്ല ട്രാൻസ്ഫർ പോളിസിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ഗുഡ് പ്രൊമോഷൻ പോളിസിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് ദ എക്സ്റ്റേണൽ മൊബിലിറ്റി ഓഫ് ജോബ് ചേഞ്ചസ്. ഒരു എക്സ്റ്റേണൽ മൊബിലിറ്റിയിലൂടെ ജോബ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ ജോലിയിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ സെപ്പറേഷൻ, അതിൽ ഫസ്റ്റ് അതിനെ എക്സ്റ്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നതാണ് സെപ്പറേഷൻ. നമുക്കത് എന്താണെന്ന് നോക്കാം. സെപ്പറേഷൻ ഈസ് എ സിറ്റുവേഷൻ when the service agreement of an employee with his or her organization comes to an end and employee leaves the organization. അതായത് എംപ്ലോയറും ആ ഓർഗനൈസേഷനും തമ്മിലുള്ള സർവീസ് എഗ്രിമെൻറ്റ് അവസാനിക്കുകയും അവസാനിച്ചതിൻ്റെ പേരിൽ എംപ്ലോയി ആ ജോബിൽ ഓർഗനൈസേഷൻ വിട്ടുപോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ. അത് പല രീതിയിലും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ വിട്ടുപോകുന്ന മെത്തേഡിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് പറയണേ. An employee may be separated as a consequence of resignation, removal, death, permanent incapacity, ഡിസ്ചാർജ് ഓർ റിട്ടയർമെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള സർവീസ് എഗ്രിമെൻറ്റ് ഒരു എംപ്ലോയിയുടെ അവസാനിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? എംപ്ലോയി സ്വയം റിസൈൻ ചെയ്യണതാവാം, രാജിവെച്ചിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടാവാം, എംപ്ലോയർ ഡിസ്മിസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഡെത്ത് ആവാം, എംപ്ലോയി മരിച്ചിട്ടാവാം. അതും അല്ലെങ്കിലോ പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാനായിട്ട് ഇനി അയാൾക്ക് ഹെൽത്തായി, അയാളുടെ ഹെൽത്ത് സമ്മതിക്കണില്ല. അപ്പം അങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് ഈ സെപ്പറേഷൻ സംഭവിക്കാം. ഇൻ അതർ വേർഡ്സ്, ഇൻ സിമ്പിൾ വേർഡ്സ്, സെപ്പറേഷൻ ഈസ് എ ഡിസിഷൻ ദാറ്റ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ പാർട്ട് ഫ്രം ഈച്ച് അതർ. ഒരു ഓർഗനൈസേഷനും ആ ഇൻഡിവിജ്വലും തമ്മിൽ സെപ്പറേറ്റ് ആകുന്നു, പാർട്ടാവുന്നു. അങ്ങനെയുള്ള ഡിസിഷനെ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് സെപ്പറേഷൻ. ദ നെക്സ്റ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് സെപ്പറേഷൻ. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സെപ്പറേഷൻ നടക്കാൻ നോക്കാം. ഇത് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട്. ഫസ്റ്റ് വൺ റിട്ടയർമെൻറ്റ്, സെക്കൻഡ് വൺ റെസിഗ്നേഷൻ, തേർഡ് വൺ റിട്രെഞ്ച്മെൻറ്റ്, ഫോർത്ത് വൺ ഡിസ്മിസൽ ഓർ ടെർമിനേഷൻ, അബ്സ്കോണ്ടിങ്, പിന്നെ ലേ ഓഫ്. ഇത്രയാണ് 6 പോയിൻ്റാണുള്ളത്. റിട്ടയർമെൻറ്റ്, റെസിഗ്നേഷൻ, റിട്രെഞ്ച്മെൻറ്റ്, ഡിസ്മിസൽ ഓർ ടെർമിനേഷൻ, അബ്സ്കോണ്ടിങ് ആൻഡ് ലേ ഓഫ്. സോ വി ക്യാൻ complete all these portions in detail one by one. The first one is retirement. റിട്ടയർമെൻറ്റ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ് അല്ലേ. റിട്ടയർമെൻറ്റ് ഈസ് ദ മേജർ കോസ് ഓഫ് സെപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസ് സെപ്പറേറ്റ് ആവുന്നതിൻ്റെ മേജർ കോഴ്സ് എന്ന് പറയാവുന്നതാണ് റിട്ടയർമെൻറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് ആൻ എംപ്ലോയി ഓൺ റീച്ചിങ് ദ ഏജ് ഓഫ് സൂപ്പർ ആനുവേഷൻ. ഓരോ വ്യക്തിയുടെയും റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ട്. ആ സൂപ്പർ ആനുവേഷൻ ഏജ് എത്തിയിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോലി ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് റിട്ടയർമെൻറ്റ്. എന്താണ് റിട്ടയർമെൻറ്റ്? ഈസ് ദ termination of service of an employee on reaching the age of superannuation, and at present the superannuation age is 60 years. Retirement may be 2 types: compulsory retirement and voluntary retirement. Retirement may be 2 types: compulsory retirement and voluntary retirement. Compulsory retirement എന്ന് പറഞ്ഞാൽ ഇപ്പം മിസ് പറഞ്ഞത്, when employees retire compulsorily from service on attaining the age of superannuation, it is called compulsory retirement. Some university may reappoint professors for a limited period even after retirement. നമുക്കറിയാവുന്ന കേസാണ്. കോളേജുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൊഫസേഴ്സിനെ റിട്ടയർ ആയതിന് ശേഷം റീഅപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് ടെമ്പററി ആയിട്ട്.
എന്നാലും ഒരു വ്യക്തിയുടെ സൂപ്പറാനുവേഷൻ ഏജ് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്തോളണമെന്നുണ്ട്? റിട്ടയർ ചെയ്തോളണമെന്നുണ്ട്. അങ്ങനെ റിട്ടയർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്പൾസറി റിട്ടയർമെൻറ്റ്. എന്നാൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വെൻ ആൻ ഓർഗനൈസേഷൻ ഗീവ്സ് ഓപ്ഷൻ ടു ദ എംപ്ലോയീസ് ടു റിട്ടയർ ബിഫോർ സൂപ്പറാനുവേഷൻ ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. ചില ഓർഗനൈസേഷനുകൾ സൂപ്പറാനുവേഷൻ ഏജ് എത്തുന്നതിന് മുൻപേ തന്നെ റിട്ടയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആർക്ക് കൊടുക്കും? എംപ്ലോയീസിന് കൊടുക്കും. അങ്ങനെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോളണ്ടറി റിട്ടയർമെൻറ്റ്. ദി സ്കീം ഈസ് ടേംഡ് ആസ് VRS. എന്താണ് പറയുക? വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം, VRS എന്നാണ് പറയുക. എംപ്ലോയീസ് ഇൻ റിട്ടേൺ ആർ ഗിവ് lump sum payment. This type of retirement is also called golden shake hand. എന്താ വിളിക്കുക? വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിൽ ആ സൂപ്പറാനുവേഷൻ ഏജിന് മുമ്പ് പോകുമ്പോൾ എംപ്ലോയീസിന് ഒരു ലംസം എമൗണ്ട് എംപ്ലോയർ കൊടുക്കും. ആ ലംസം എമൗണ്ട് വാങ്ങിയിട്ടാണ് എംപ്ലോയി പോവുക. ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിനെ, അതായത് സൂപ്പറാനുവേഷൻ ഏജ് എത്തുന്നതിന് മുമ്പ് സ്വമേധയാ റിട്ടയർ ആവുന്നതിനെ ഓർഗനൈസേഷൻ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ ഷേക്ക് ഹാൻഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റിട്ടയർമെൻറ്റ്. The second point is resignation. Resignation, employee leaves his job and employment with his employer due to attain better opportunities or to get a better position at a better compensation package in a branded company in a same city or country or in a different city or different country. അതായത് എംപ്ലോയറുമായിട്ടുള്ള ബന്ധവും അതുപോലെ അയാളുടെ എംപ്ലോയറുമായിട്ടുള്ള ആ ജോബും എംപ്ലോയ്മെൻറ്റും സ്വയം അവസാനിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെസിഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. ഈ റെസിഗ്നേഷനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റൊരു സിറ്റിയിലോ മറ്റൊരു കൺട്രിയിലോ ജോലി കിട്ടിയിട്ടാവാം, അല്ലെങ്കിൽ സെയിം സിറ്റിയിലോ സെയിം കൺട്രിയിലോ നമുക്കിപ്പോൾ ഉള്ള പൊസിഷനേക്കാൾ നല്ലൊരു പൊസിഷനിൽ ഇതിനേക്കാൾ നല്ലൊരു സാലറി പാക്കേജിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാവാം എന്ത് ചെയ്യണത്? റിസൈൻ ചെയ്യണത്. Resignation is termination of service by an employee by serving a notice called resignation on the employer. പെട്ടെന്ന് ഒരു ദിവസം നിർത്തല്ല ചെയ്യുക നമ്മൾ. അങ്ങനെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് എംപ്ലോയി വിൽ സെർവ് എ നോട്ടീസ് ടു ദി എംപ്ലോയർ. ഞാൻ റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കും? എംപ്ലോയർക്ക് കൊടുക്കും. ദാറ്റ് നോട്ടീസ് ഈസ് കോൾഡ് റെസിഗ്നേഷൻ. ഇൻ മലയാളം നമ്മൾ രാജിക്കത്ത് എന്ന് പറയും അല്ലേ, അതിനെയാണ് റെസിഗ്നേഷൻ. ആ ഒരു നോട്ടീസ് കൊടുത്തിട്ടാണ് എംപ്ലോയി പോരുക. റെസിഗ്നേഷൻ മേ ബി വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. റെസിഗ്നേഷനും ഉണ്ട് റിട്ടയർമെൻറ്റിൻ്റെ പോലെ തന്നെ വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. A voluntary resignation is when an employee himself or herself decides to resign on the grounds of ill health, marriage, better job prospects in other organization, etc. Here നമ്മുടെ ഒരു സ്വന്തം ഇൽ ഹെൽത്ത് കാരണം കൊണ്ടോ മാരേജ് കാരണം കൊണ്ടോ ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് ഉള്ളത് കൊണ്ടോ ഒരു വ്യക്തി സ്വമേധയാ റെസിഗ്നേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ കമ്പൽസറി റെസിഗ്നേഷൻ ഓർ ഇൻവോളണ്ടറി റെസിഗ്നേഷൻ ഈസ് വെൻ the employer directs the employee to resign on the grounds of duty and indiscipline or face the disciplinary action. നമ്മളുടെ ലെവലിന് അപ് ടു ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദ എംപ്ലോയർ നമ്മുടെ എംപ്ലോയി വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും മിസ്ബിഹേവിയർ അയാൾ ചെയ്തെങ്കിൽ, ഇൻഡിസിപ്ലിൻ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പനിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കൊടുക്കണത്? അതിൻ്റെ ഒരു പനിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ എംപ്ലോയർ തന്നെ എംപ്ലോയിയോട് ആവശ്യപ്പെടുകയാണ് എന്ത് ചെയ്യാനായിട്ട്? റിസൈൻ ചെയ്യാനായിട്ട്. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള രീതിയിൽ ഇനി ഇവിടെ തുടരണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രാജിവെച്ചോളൂ. അവിടെ നമ്മൾ ഡിസ്മിസ് ചെയ്യല്ല ചെയ്യണേ, പകരം അയാൾക്ക് തന്നെ ഓപ്ഷൻ കൊടുക്കുകയാണ്
നിങ്ങൾ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകണ്ട, മര്യാദയ്ക്ക് റിസൈൻ ചെയ്ത് പോയിക്കോ എന്ന്. പകരം മറ്റേതാണെങ്കിൽ നമ്മളാണ് പറഞ്ഞു വിടണേ, യു ആർ നോ ലോങ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ എംപ്ലോയറുടെ ഡയറക്ഷനിലൂടെ എംപ്ലോയി കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കമ്പൽസറി റെസിഗ്നേഷൻ. ഓക്കെ. ദ നെക്സ്റ്റ്, ഇൻ ദിസ് കേസ് a domestic enquiry should be conducted before asking the employee to resign. In order to avoid the situation of the affected employee can go to the union or court of law and complain that he was asked to resign under pressure. ഇവിടെ ഈ ഒരു കേസിൽ ഡൊമസ്റ്റിക് എൻക്വയറി കണ്ടക്ട് ചെയ്യും. അയാളുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ രണ്ടോ മൂന്നോ ആളുകളെ വെച്ചുകൊണ്ട് ഈ ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് സത്യമാണോ അതിൻ്റെ ഫാക്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡൊമസ്റ്റിക് എൻക്വയറി കണ്ടക്ട് ചെയ്യും. ആ ഡൊമസ്റ്റിക് എൻക്വയറി കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് റിസൈൻ ചെയ്യാൻ പറയുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എന്തിനാ അത് ചെയ്യണമെന്നറിയോ? അല്ലെങ്കിൽ അയാൾ നേരെ കോർട്ട് ഓഫ് ലോയിലോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ പ്രസൻസിലോ പോകും. എന്നിട്ട് പറയും എംപ്ലോയർ എന്നെ പ്രഷർ ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്യാൻ പറയണു അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ പറയണു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുക. ആ എൻക്വയറിയുടെ ഫാക്ട്സ് ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്തും വയ്ക്കുക. ഓക്കെ. ഇനി എംപ്ലോയി റിസൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബെറ്റർ കോമ്പൻസേഷൻ ആൻഡ് ബെനഫിറ്റ്സ്. നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്നതിനേക്കാളും സാലറി കൂടുതലും അല്ലെങ്കിൽ ബെനഫിറ്റ്സ് കൂടുതലും കിട്ടിയിട്ടാവാം. ചലഞ്ചിങ് റോൾ, ഇവിടെ ചെയ്യുന്നത് ഒരു സാധാരണ വർക്കറുടെ റോളാണ്, പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു ചലഞ്ചിങ് റോൾ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പോകും. ഹൈ പൊസിഷൻ ഓർ ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാധാരണ ഓഫീസറാണ്, അവിടെ നമ്മൾ മാനേജറായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഹയർ പൊസിഷന് വേണ്ടിയിട്ടും നമ്മൾ റിസൈൻ ചെയ്യും. ടു മൂവ് ഫ്രം ആൻ അൺനോൺ ഓർ ലോലി ബ്രാൻഡഡ് കമ്പനി ടു എ ഹൈലി ബ്രാൻഡഡ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനി. അതായത് നമുക്കറിയാത്ത ഒരു ബ്രാൻഡ്, അധികം പേരില്ലാത്തൊരു കമ്പനിയിൽ നിന്ന് നല്ല പേരുള്ള റെപ്യൂട്ടഡ് കമ്പനിയിൽ കിട്ടിയ ആ കമ്പനിയിൽ വർക്ക് ചെയ്യണു എന്നുള്ള പറയുന്ന സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും, റിസൈൻ ചെയ്ത് അവിടേക്ക് പോകും അല്ലേ. അപ്പോൾ ആ ബ്രാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോറിൻ ആൻഡ് ഇൻ്റർനാഷണൽ അസൈൻമെൻറ്റ്സ്, നമുക്ക് പുറത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് ജോബ് വേണ്ടാന്ന് വയ്ക്കും. ഓക്കെ. സോ സെക്കൻഡ് പോയിൻറ്റും കഴിഞ്ഞു. തേർഡ് വൺ, റിട്രെഞ്ച്മെൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഓരോന്നും 2 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ, പിന്നെന്താ രണ്ടാമത്തെ കണ്ടത്, ഒന്നാമത് ഏതായിരുന്നു, റിട്ടയർമെൻറ്റ്, രണ്ടാമത്തെ റെസിഗ്നേഷൻ, മൂന്നാമത്തെ റിട്രെഞ്ച്മെൻറ്റ്. റിട്രെഞ്ച്മെൻറ്റ് മീൻസ് പെർമനൻറ്റ് ടെർമിനേഷൻ ഓഫ് ആൻ എംപ്ലോയി സർവീസ് ഫോർ ഇക്കണോമിക് റീസൺസ്. സാമ്പത്തികമായ കാരണങ്ങളെ കൊണ്ട് ഒരു വ്യക്തിയുടെ ജോലി സ്ഥിരമായിട്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതിനെയാണ് റിട്രെഞ്ച്മെൻറ്റ്, പിരിച്ചുവിടൽ എന്ന് പറയുമല്ലേ നമ്മൾ. Retrenchment occurs on account of surplus staff, poor demand for products, general economic slowdown, etc. It's worth noticing that termination of service on account of retirement, winding up of a business, illness or indisciplinary grounds does not constitute retrenchment. ഇവിടെ റിട്ടയർമെൻറ്റിലൂടെ പോകുന്നതോ ബിസിനസ് മൊത്തത്തിൽ പൂട്ടുന്നതോ വയ്യാതായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ഗ്രൗണ്ടിൻ്റെ പേരിൽ എംപ്ലോയിനെ വിടുന്നതിനെയോ നമ്മൾ എന്തെന്ന് വിളിക്കില്ല, റിട്രെഞ്ച്മെൻറ്റ് എന്ന്, പിരിച്ചുവിടൽ എന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. സർപ്ലസ് സ്റ്റാഫ് ഉണ്ടാവുക. നമ്മുടെ കമ്പനിക്ക് ആകെ 10 ആൾ മതി, പക്ഷെ ഇപ്പോൾ 15 സ്റ്റാഫ് ഉണ്ട്. ഈ 15 സ്റ്റാഫിന് സാലറി കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്ക് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, എക്സസ് ഉള്ള 5 പേരെ പിരിച്ചുവിടും. അല്ലെങ്കിൽ ലോ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് 15 വർക്കേഴ്സ് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് 10 ആൾ വർക്ക് ചെയ്യാനുള്ള ഡിമാൻഡ് പോലും നമ്മുടെ പ്രോഡക്ട്സിന് മാർക്കറ്റിൽ ഇല്ല, പ്രൊഡക്ഷൻ അത്രയും കുറഞ്ഞു. അപ്പോൾ എന്താവും, ബാക്കി എക്സസ് ഉള്ളവരെ നമ്മൾ പിരിച്ചുവിടും. അതും അല്ലെങ്കിൽ ഇക്കണോമിക് സ്ലോ ഡൗൺ. ഇപ്പോൾ അറിയാം, കൊറോണ എത്ര പേരുടെ ജോലി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ ഏറ്റവും ക്ലിയർ ആണ് അല്ലേ, റിട്രെഞ്ച്മെൻറ്റ് സംഭവിച്ചതന്നെ. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻ മൊത്തം സ്ലോ ഡൗൺ ആയി, വർക്കില്ല, ഡിമാൻഡ് ഇല്ല പ്രോഡക്റ്റിന്, സ്റ്റാഫ് എക്സസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പലരെയും പിരിച്ചുവിടും. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാണ് റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ.
The main reason behind retrenchment was ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി ആൻഡ് ലാക്ക് ഓഫ് ഡിമാൻഡ് ഫോർ ദെയർ പ്രൊഡക്ട്സ്. മെയിനായിട്ട് റിട്രെഞ്ച്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റീസൺ എന്ന് പറയുന്നത് ഇക്കണോമിക് സ്ട്രിഞ്ചൻസി എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് സ്ലോ ഡൗൺ, സാമ്പത്തിക മാന്ദ്യം അതാണ് പറയണേ, ആൻഡ് ലോ ഡിമാൻഡ് ഫോർ ദെയർ പ്രോഡക്ട്സ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ലോ ഡിമാൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് റിട്രെഞ്ച്മെൻറ്റ് വരണേ. ദ നെക്സ്റ്റ് ഡിസ്മിസൽ ഓർ ടെർമിനേഷൻ. നിങ്ങൾക്കറിയാം അല്ലേ, കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഡിസ്മിസ് ചെയ്യാന്ന് അല്ലേ. ഡിസ്മിസൽ ഈസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓഫ് ആൻ എംപ്ലോയി ആസ് എ ഡിസിപ്ലിനറി മെഷർ. ആ ഡിസ്മിസൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതെടുക്കുന്നത് ഒരു ഡിസിപ്ലിനറി മെഷറായിട്ടാണ്. എന്താ ഡിസിപ്ലിനറി മെഷർ എന്ന് പറഞ്ഞാൽ? അച്ചടക്കരാഹിത്യം, എന്തെങ്കിലും മിസ്ബിഹേവിയർ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്യൂനിറ്റീവ് മെഷറായിട്ട്, അതായത് പനിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്മിസൽ ചെയ്യുക. ദിസ് മേ എയ്തർ ഒക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓർ മിസ്കണ്ടക്ട്. ഒന്നുകിൽ അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, അതായത് എംപ്ലോയർ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും പെർഫോമൻസ് എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ്, എന്താണ്, എന്തെങ്കിലും മോശമായ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നുണ്ടെങ്കിൽ, ഈ 2 കേസിലാണ് എംപ്ലോയിനെ നമ്മൾ പിരിച്ചുവിടുക. പെർസിസ്റ്റൻറ്റ് ഫെയിലർ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയി ടു പെർഫോം അപ് ടു ദ എക്സ്പെക്ടേഷൻ ഓർ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് ഈസ് കൺസിഡേർഡ് ആസ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. 2 റീസൺ പറഞ്ഞത് എന്താ? അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസും മിസ്കണ്ടക്റ്റും. എന്താണ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് പറഞ്ഞാൽ? അതായത് എംപ്ലോയറുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ, എംപ്ലോയർ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്താണോ, അത് കണ്ടിന്യൂസ് ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക. ഒരു പ്രാവശ്യം എന്നല്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്തു, വാണിംഗ് കൊടുത്തു, പിന്നെയും വാണിംഗ് കൊടുത്തു, എന്നിട്ടും പെർസിസ്റ്റൻറ്റ് ഫെയിലർ ഓൺ പെർഫോമൻസ്, അത് ചെയ്യാൻ പറ്റാതെ വരിക, അതിനെയാണ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് പറഞ്ഞാൽ. ഇനി എന്താണ് മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ? willful violation of rules and regulations by the employee is treated as misconduct. എന്താണ് മിസ്ബിഹേവിയർ ഓർ മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽഫുൾ വയലേഷൻ. നമ്മുടെ കമ്പനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ അത് തെറ്റിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൃത്യം 9 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളണം എന്നുണ്ട്, പങ്ക്ച്വാലിറ്റി അല്ലേ. 9 o'clock to 5 ആണ് അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞേക്കണോ. ആദ്യത്തെ ദിവസം 9:15 വന്നപ്പോൾ, രണ്ടാമത്തെ ദിവസം 9:20 വന്നപ്പോൾ വാണിംഗ് കൊടുത്തു, എന്നിട്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ലേറ്റ് കമർ ആണെങ്കിൽ അവിടെ എന്താ അർത്ഥം? വയലേഷൻ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ വയലേറ്റ് ചെയ്യല്ലേ. അപ്പോൾ അതൊക്കെയാണ് മിസ്കണ്ടക്ട് എന്നുള്ളതിൽ വരിക. സം ഓഫ് ദ കോമൺ റീസൺസ് ഫോർ ടെർമിനേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഡിസ്മിസൽ. അപ്പോൾ ഡിസ്മിസലിന് ഉണ്ടാകാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോൺ പെർഫോമൻസ് പറഞ്ഞു, സെക്കൻഡ് വൺ ഇൻഡിസിപ്ലിൻ, തേർഡ് വൺ മിസ്കണ്ടക്ട്, ഫോർത്ത് വൺ തെഫ്റ്റ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കളവുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ. ഫിഫ്ത്ത് വൺ ഇൻസബോർഡിനേഷൻ എക്സെട്ര. ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് നമ്മളെക്കാൾ താഴെയുള്ളവർ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സബോർഡിനേഷൻ്റെ ഒരു പ്രോബ്ലം, ഞാൻ കീഴെയാണ്, അല്ലെങ്കിൽ എനിക്ക് മേലെ വലിയ വലിയ ആൾക്കാർ എന്നെ എന്താ പറയുക, എന്നോട് ഡോമിനേറ്റ് ചെയ്യണോ, എന്നെ വാൺ ചെയ്യണോ, അതൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ സബോർഡിനേറ്റ് പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക. ബിഫോർ ആൻ എംപ്ലോയി കഴിഞ്ഞിട്ടില്ല. ബിഫോർ ആൻ എംപ്ലോയി ഈസ് ഡിസ്മിസ്ഡ്, he must be served an advance notice to explain his position. ഡിസ്മിസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഡിസ്മിസൽ അല്ല ചെയ്യുക. ഡിസ്മിസ് ചെയ്യുന്നതിന് മുൻപ് ഒരു അഡ്വാൻസ് നോട്ടീസ് അയാൾക്ക് കൊടുക്കണം. അതായത് ഇന്നതാണ്, നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് മിസ്ബിഹേവിയർ ആണ്, കണ്ടിന്യൂസ് ഫെയിലർ ആണ്, ലേറ്റ് കമറാണ്, റെഗുലർ ലേറ്റ് കമറാണ്, അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് കാണിച്ചുകൊണ്ട് ഒരു അഡ്വാൻസ് നോട്ടീസ് അയാൾക്ക് കൊടുക്കണം. ദ റീസൺസ് ഫോർ ഡിസ്മിസൽ മസ്റ്റ് ബി ക്ലിയർലി മെയ്ഡ് നോൺ ടു ദി എംപ്ലോയി. ആ നോട്ടീസിലൂടെ ആവാം അയാളെ ഡിസ്മിസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് അബ്സ്കോണ്ടിങ്.
ആ പേര് നിങ്ങൾക്ക് കേട്ടുപരിചയം ഉണ്ടാവില്ല, പക്ഷെ സംഭവം നിങ്ങൾക്കറിയാം. ഓക്കെ. അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുങ്ങുക എന്ന് പറയും അല്ലേ. പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാവുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു നോട്ടീസും ഇല്ലാതെ ഒരാളോട് ഒരു വിവരം പറയാതെ ഇന്ന് തുടങ്ങി ജോലിക്ക് വരണില്ല, അബ്സ്കോണ്ടായി, മുങ്ങുക എന്ന് പറയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അബ്സ്കോണ്ട് ആവണേന് പല ഉദ്ദേശങ്ങളുണ്ടാവും കേട്ടോ. അത് എന്താണെന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ചിങ്, എംപ്ലോയറുടെ ചലഞ്ച് എന്ന് പറയുന്നത് അബ്സ്കോണ്ടിങ്ങിൽ പർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അയാൾ മുങ്ങിയത്, എന്താണ് അതിനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പം ചിലരെന്തായിരിക്കും നമ്മുടെ എന്താണ് അവിടെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു പോരാനുള്ള, റിസൈൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഭയങ്കര നൂലാമാലകളാണെങ്കിൽ, ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ മുങ്ങാം. അല്ലെങ്കിലോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് മുങ്ങാം. അപ്പോൾ എന്താണ് അയാളുടെ ആക്ച്വൽ ഉദ്ദേശം എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഇവിടുത്തെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അബ്സ്കോണ്ടിങ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് immoral, unpredicted and unprofessional way to terminate the contract of employment. ഇപ്പോൾ മിസ് പറഞ്ഞതെന്ന് തന്നെ നിങ്ങൾക്കറിയാം എന്താണ്. ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇമ്മോറലായിട്ടുള്ള, ധാർമ്മികതയ്ക്ക് വിരോധമായിട്ടുള്ള ഒരു സംഭവമാണ് അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ. ആ രീതിയിലുള്ള ടെർമിനേഷനാണ് അബ്സ്കോണ്ടിങ്. ഇൻ ദിസ്, ഓൺ വൺ ഫൈൻ ഡേ an employee decides not to go to work. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒരു നേരം വെളുത്ത് രാവിലെ ആകുമ്പോൾ ഇയാൾ വിചാരിക്കുകയാണ്, ഒരു എംപ്ലോയി വിചാരിക്കുകയാണ് നോട്ട് ടു ഗോ ടു വർക്ക്. ഇന്ന് എന്തിനു പോകണ്ട, ജോലിക്ക് പോകണ്ട. ഇന്ന് ഒരു ദിവസം പോകാത്തതിന് അല്ലാട്ടോ പറയണം, അത് ആബ്സെൻ്റ് ലീവാണ്. ഇവിടെ പറയണേ ഇന്ന് മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല എന്ന് എംപ്ലോയി സ്വയം ഡിസൈഡ് ചെയ്യാണ്. ഹി ഡസൻ കെയർ ടു ഹാൻഡ് ഓവർ ഹിസ് സ്റ്റഫ്. സാധാരണ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ അല്ലേ, ഞാൻ നിങ്ങൾക്ക് HR എടുക്കുന്നുണ്ട്, ഇൻകം ടാക്സ് എടുക്കുന്നുണ്ട്. സോ ഞാൻ നാളെ മുതൽ വരുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് വർക്ക് ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് HRM ഏത് മൊഡ്യൂൾ വരെ, ഏത് ചാപ്റ്റർ വരെ, ഏത് പോർഷൻ വരെ എടുത്തു എന്നുള്ളത് ഞാൻ അടുത്തൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഇത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി വരുന്ന ആളെടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ ചെയ്യാം. HOD ഫയൽസ് എന്തൊക്കെയുണ്ട്, ആ ഫയലുകളെല്ലാം ഞാൻ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ടല്ലേ ഞാൻ ജോലിയിൽ നിന്ന് പോരുക. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇന്നൊരു ദിവസം ഞാൻ തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ ജോലിക്ക് വരണില്ല എന്ന്. അതോടൊപ്പം തന്നെ എൻ്റെ വർക്ക് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് അയാൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇൻ കേസ് ആൻ എംപ്ലോയി ഡിസൈഡ്സ് ടു അബ്സ്കോണ്ട് എന്ന് വെച്ചാൽ റൺ അവേ, ഓടി പോവുക, അതാണ് ഉദ്ദേശം. അബ്സ്കോണ്ട് ഓർ റൺ അവേ, ഇറ്റ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് മോട്ടീവ്സ് ആൻഡ് ഇൻറ്റൻഷൻ. നേരത്തെ പറഞ്ഞല്ലോ, അബ്സ്കോണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളുടെ മോട്ടീവ് എന്തായിരുന്നു, അങ്ങനെ പോകാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. എംപ്ലോയീസ് ക്യാൻ അബ്സ്കോണ്ട് ഇൻ എയ്തർ ഓർ ഓൾ ഓഫ് ദ ബിലോ മെൻഷൻ സിറ്റുവേഷൻസ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു എംപ്ലോയി അബ്സ്കോണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് താഴെ കാണാം. 1. ആഫ്റ്റർ സ്റ്റീലിംഗ് ദ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഓർ ഡോക്യുമെൻറ്റ്സ് ഓർ ഡാറ്റാബേസ് ഫ്രം ദ കമ്പനി. എന്തായിരിക്കും? ഒരു വ്യക്തി അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ കമ്പനികളൊക്കെ ആകുമ്പോൾ ഇൻഫോർമേഷൻ ചോർന്നു പോയാൽ കമ്പനിയുടെ സക്സസ് തന്നെ പോകും അല്ലേ. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എക്സ്പോർട്ടിങ് കമ്പനികളൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഓർഡറുകളൊക്കെ കൊടുത്ത മെയിൽ വേറെ ആൾക്ക് ചോർത്തി കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ അടിച്ചു മാറ്റിക്കൊണ്ട് അയാൾ അബ്സ്കോണ്ട് ആവാം. 2. ഇഫ് ദ ഇൻറ്റൻഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു കമ്മിറ്റ് എ ക്രൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ആവാം. അല്ലെങ്കിൽ ഇഫ് ദർ ഈസ് എ വർക്ക് പ്രഷർ ആൻഡ് സ്ട്രെസ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ നല്ല വർക്ക് സ്ട്രെയിൻ ഉണ്ട്, അതിൽ വർക്ക് പ്രഷറുണ്ട്, എന്നിട്ട് നമ്മുടെ എംപ്ലോയിക്ക് അതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇഫ് ദ എംപ്ലോയി ഹാസ് കമ്മിറ്റഡ് എനി ക്രൈം ഔട്ട്സൈഡ് ദ ഓഫീസ് ആൻഡ് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ്. അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധമുള്ളതൊന്നുമല്ല, പക്ഷേ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് അയാൾ പുറത്ത് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും. അപ്പോൾ അത് ഓഫീസിൽ അറിയണം, അല്ലെങ്കിൽ ഓഫീസിൽ അറിഞ്ഞാൽ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് അയാൾ അബ്സ്കോണ്ട് ആവും.
പുറത്ത് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പോകില്ലേ, നാട് വിട്ട് പോകില്ലേ. അപ്പം അങ്ങനെയാവാം. അഞ്ചാമത് പറയണത് വെൻ പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പ്രയോറിറ്റീസ് ആർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the employee is asked to leave due to some urgency at his home, but at the same time his team also needs him in the office and his leaves are not approved. എനിക്ക് വീട്ടിലൊരു അർജൻ്റ് ഉണ്ട്, ആ അർജൻ്റ് റീസണിൽ എനിക്ക് ലീവ് വേണം, ലീവ് കിട്ടിയേ പറ്റൂ. പക്ഷേ അന്ന് ലീവ് ചോദിച്ചപ്പോൾ എംപ്ലോയർ പറയാണ് ഇന്ന് നമുക്ക് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിൽ നീ ലീവായാൽ ശരിയാവില്ല, നമുക്ക് വന്നേ പറ്റൂ എന്ന് നിർബന്ധം പറയണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ഡിഫറെൻ്റ് ആണ്. എംപ്ലോയിയുടെ പ്രയോറിറ്റി വീടാണ്, പക്ഷേ എംപ്ലോയറുടെ പ്രയോറിറ്റി മീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി ഡിഫറെൻ്റ് വരുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും, പറയാണ്ട് ഒരു ദിവസം വരാണ്ടേ ഇരിക്കും. ഓക്കെ, അന്ന് തുടങ്ങി ജോലിക്കില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയും. ഇനി അടുത്തത് ഇഫ് ഹി ഹാസ് ഗോട്ട് സം എക്സെപ്ഷണലി ഗുഡ് ഓപ്പർച്യൂണിറ്റി. പ്രതീക്ഷിക്കാത്ത, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ വർക്ക് ചെയ്യണതിനേക്കാൾ ഒരുപാട് വലിയൊരു ഓപ്പർച്യൂണിറ്റി അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് സാലറി പാക്കേജിൽ ഒക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എന്നാൽ നേരായ രീതിയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ബിറ്റ് ടു കോംപ്ലിക്കേറ്റഡ്. ഇപ്പം എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടി, എനിക്ക് നാളെ എന്നോട് ജോയിൻ ചെയ്യാൻ പറയാണ്, അവിടെയാണെങ്കിൽ സാലറി വെരി ഹൈ ആണ്, ബ്രാൻഡഡ് കമ്പനിയാണ്, എല്ലാം ഉണ്ട്, എന്നോട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. എന്നാൽ എൻ്റെ നമ്മുടെ ഓർഗനൈസേഷനിൽ അത് അവതരിപ്പിച്ച് എനിക്ക് റെസിഗ്നേഷൻ ചെയ്ത് പോരണമെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നാളെ തുടങ്ങിയോണ്ട് വരാണ്ടിരിക്കും. ഓക്കെ, അതാണ് അബ്സ്കോണ്ടിങ്. ലാസ്റ്റ് പോയിന്റ്, ഇഫ് ദേ ഹാവ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്, ലോ ഇൻ കോൺഫിഡൻസ്, ടു വീക്ക് ടു ഫേസ് ദ റിയാലിറ്റി ആൻഡ് ചലഞ്ചസ് ഓഫ് ലൈഫ് ആൻഡ് കവാർഡ്സ്. ഇനി അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിയിലുള്ളൊരു മാറ്റം കൊണ്ട്, അതായത് ചലഞ്ച് ഏറ്റെടുക്കാൻ പേടിയാവണു. ഇവിടെ നമ്മൾ ഇതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടി വരും. എനിക്ക് അതിനുള്ള ധൈര്യമില്ല, ഞാൻ ധൈര്യമില്ലാത്ത ആളാണ്, ടു വീക്കാണ്, കോൺഫിഡൻസ് ലെവൽ എനിക്ക് കുറവാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ദിവസം പെട്ടെന്ന് വരാതിരുന്നിട്ട് വേറെ എന്തെങ്കിലും നോക്കും. ഓക്കെ, അങ്ങനെ അവർ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത്രയും റീസൺ കൊണ്ട് ഒരു ഓൺ എ ഫൈൻ ഡേ മോർണിംഗ് ഹി ഡിസൈഡ്സ് നോട്ട് ടു ഗോ work. Okay, that is called absconding. And sorry, the last topic is lay off. ലേ ഓഫും നിങ്ങൾ കേട്ടിട്ടുണ്ട് കമ്പനികളിലൊക്കെ അല്ലേ. ലേ ഓഫ് implies denial of employment to the employees for reasons beyond the control of the employer. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. ടെർമിനേഷനിൽ നമ്മൾ സർപ്ലസ് സ്റ്റാഫിനെ വരുമ്പോഴാണ് പിരിച്ചുവിടുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക് കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ പിരിച്ചുവിടുന്നു. അതേപോലെ തന്നെ എംപ്ലോയറുടെ കൺട്രോളിന് പുറത്തുള്ള റീസൺ കൊണ്ട് നമുക്ക് വ്യക്തികളെ പിരിച്ചുവിടേണ്ടി വന്നാൽ, എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടി വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലേ ഓഫ്. അത് ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി പെർമനൻ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി. സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിന് ഹൈ ഡിമാൻഡ് ഉള്ളൂ, അതർ സീസണിൽ ഡിമാൻഡ് ഇല്ല, അങ്ങനെ വരുന്നത്. പിന്നെ ഷോർട്ടേജ് ഓഫ് പവർ, റോ മെറ്റീരിയൽ എക്സെട്ര, സ്ഥിരമായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടാനില്ല, പവർ കിട്ടാനില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആർ ദ എക്സാമ്പിൾസ് ദാറ്റ് ലീഡ്സ് ടു ലേ ഓഫ്. അപ്പോഴാണ് നമ്മൾ ലേ ഓഫ് കണ്ടക്ട് ചെയ്യുക. ഇറ്റ് മീൻസ് ദ സസ്പെൻഷൻ ഓർ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് നോട്ടീസ് ബൈ ദ എംപ്ലോയർ ഓർ മാനേജ്മെൻറ്റ് നോട്ട് കോസ്ഡ് ബൈ ദ ഫോൾട്ട് ഓഫ് ദ എംപ്ലോയീസ്. ഇവിടുത്തെ പ്രത്യേകത എന്താ, എംപ്ലോയിയുടെ കുറ്റം കൊണ്ടല്ല നമ്മൾ പിരിച്ചുവിടുന്നത്, എന്നാൽ എംപ്ലോയറുടെ ഇഷ്ടം കൊണ്ടും അല്ല, നിവൃത്തികേട് കൊണ്ടാണ്. നമ്മൾ എംപ്ലോയീസിനെ നോട്ടീസ് കൊടുത്തുകൊണ്ടോ കൊടുക്കാതിരുന്നു കൊണ്ടോ പറഞ്ഞു വിടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലേ ഓഫ്. ബട്ട് ദ റീസൺ സച്ച് ആസ് ലാക്ക് ഓഫ് വർക്ക്, lack of cash or lack of material. Layoff may be permanent or temporary. Permanent layoff is called redundancy. 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. പെർമനൻറ്റ് ലേ ഓഫ് ഈസ് കോൾഡ് റിഡൻഡൻസി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൊറോണ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായിക്കണേ, കുറേ പേരോട് തൽക്കാലത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു വെച്ചേക്കാണ് അല്ലേ.
ഇനി ഞങ്ങൾ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ എംപ്ലോയറുടെ താല്പര്യം കൊണ്ടോ എംപ്ലോയർക്ക് ഇഷ്ടം കൊണ്ടോ അല്ല, നിവൃത്തികേട് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊടുക്കാനുള്ള ക്യാഷ് അവരുടെ കയ്യിലില്ല, ഇത്രയും എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള ക്യാഷ് അവരുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. അതാണ് ലേ ഓഫ്. ഈ ലേ ഓഫ് ടെമ്പററി ആവാം, പെർമനൻ്റ് ആവാം. ചിലപ്പോൾ ഇനി വിളിച്ചേ വരില്ല എന്ന് വരും ആ വിട്ടവരെ. അങ്ങനെയാണെങ്കിൽ അത് പെർമനൻ്റ് ആയി. പെർമനൻ്റ് ലേ ഓഫ് ഈസ് കോൾഡ് റിഡൻഡൻസി. ഇനി ഒരു ഡെഫിനീഷൻ പറയുന്നുണ്ട്, ജസ്റ്റ് ഞാനതൊന്ന് വായിക്കാം, നിങ്ങൾ നോക്കിയേക്കാം. According to Industrial Dispute Act 1947, the failure or refusal or inability of an employer on account of shortage of coal, power or raw material, or accumulation of stock or breakdown of machinery, or by any other reason to give employment to a workman whose name appears on the muster rolls of his industrial establishment and who has not been retrenched. ഒരു വ്യക്തിക്ക്, മസ്റ്റർ റോളിലുള്ള ഒരു വ്യക്തിക്ക് സാലറി കൊടുക്കാൻ പറ്റാതെ വരിക, എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരിക. എന്തുകൊണ്ട്? ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാവാം, ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടാവാം. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരുന്ന എംപ്ലോയറുടെ അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേന്ന്, ലേ ഓഫ് എന്ന് വിളിക്കണേന്ന്. സോ ദീസ് ആർ ദ എക്സ്റ്റേണൽ മൊബിലിറ്റി മെത്തേഡ്സ് ഓഫ് ജോബ് ചേഞ്ചസ്. ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സോ താങ്ക് യു വെരി മച്ച്. നല്ലോണം നോക്കിയേക്കുക. ഏതെങ്കിലും പോയിന്റിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.